1000 കോടി വിറ്റുവരവ് ആഘോഷമാക്കി കേരള വിഷൻ കമ്പനി. വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ന്യൂസ് മലയാളം ചെയർമാൻ സകലൻ പത്മനാഭനടക്കമുള്ള മാധ്യമലോകത്തെ പ്രമുഖരും പങ്കെടുത്തു. കേരള വിഷൻ കമ്പനിയുടെ മൊത്തം വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ ആഘോഷത്തിലാണ് കേരള വിഷൻ ഗ്രാൻഡ് 1000 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSP പ്രോമോ വീഡിയോയുടെ പ്രകാശനവും മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഡിസ്നി ഇന്ത്യയുടെ മേധാവി കെ മാധവൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ മേധാവിമാരെ ആദരിച്ചു. കേരളത്തിന്റെ സംസ്കാരം വ്യാവസായിക മേഖലയെ വളർത്താനുതകുന്നതാണെന്നും വിവിധ ചാനൽ മേധാവികൾ ഒന്നിച്ചൊരു സദസ്സിൽ സ്നേഹത്തോടെ ഇരിക്കാൻ കേരളത്തിന്റെ സംസ്കാരത്തിൽ മാത്രമേ സാധ്യമാകൂവെന്നും ചടങ്ങിൽ പങ്കെടുത്ത ന്യൂസ് മലയാളം ചെയർമാനും TCOA പ്രസിഡന്റുമായ സകലൻ പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ന്യൂസ് മലയാളം 24/7 ഒരു 30 GRP പിടിക്കണം പറഞ്ഞാൽ അത് വലിയ കാര്യമില്ല, അത്രയും കഷ്ടമാണ്. പക്ഷെ ആ സ്ഥലത്ത് എത്തിയത് ഒരു കാര്യം, ശരിക്കുള്ള ഒരു കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. ഇവിടുത്തെ അതേ സ്റ്റൈൽ ഡിബേറ്റ് ചർച്ചകൾ ഇതൊക്കെ ഇല്ലാണ്ട് ഒരു വ്യത്യാസപ്പെട്ട ഉള്ള ഒരു കണ്ടന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ സഹിച്ച കഷ്ടപ്പാടുകളെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഓർത്തെടുത്തു. ഞങ്ങളുടെ ഓഫീസുകൾ മുഴുവൻ സെൻട്രൽ GST വിഭാഗം റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട് ദിവസങ്ങളോളം. പക്ഷേ ഞങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തരിമ്പും ഒരു തരത്തിലും നിയമത്തിന് വിധേയമല്ലാത്ത ഒരു കണക്കും കണ്ടുപിടിക്കുവാൻ, നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടുപിടിക്കാൻ ഇതുവരെ ഒരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. ഗ്രാൻഡ് 1000 പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാർ നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ ഹൈബീഡൻ MP, TJ വിനോദ് MLA, മുരളി തുമ്മാരുകുടി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ലഹരിക്കെതിരായ വീഡിയോയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് മലയാളം, കൊച്ചി.